നമ്മൾ മണ്ണെല്ലാം കളിച്ച് വെച്ചിട്ടേ അത് ഇതുവരെ അതിൽ കുമ്മായം ഇട്ടില്ല കേട്ടാ. കുമ്മായം മേടിക്കാൻ പോകുമ്പോൾ കണ്ടില്ല, ഒരു 5 കിലോ കുമ്മായം മേടിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു കിലോ പോലെ ഇത് തട്ടാം. തൽക്കാലം അതിന് 1 കിലോനെ വേണ്ടു കേട്ടാ. കുമ്മായം ഇട്ടില്ലെങ്കിൽ മണ്ണിന് പണ്ടൊന്നും അങ്ങനെ ഇടണമെന്നില്ല കേട്ടോ. ഇപ്പം ഉണ്ടല്ലോ മണ്ണിന് പുളിപ്പ് രസം കൂടുതലാണ്. അന്നേരം കുമ്മായം ഇട്ടിട്ട് ഒരു 7 ദിവസമെങ്കിലും വെക്കണം. ഇതാ സ്യൂഡോമോണോക്സ് മേടിച്ചിന് കേട്ടാ. സ്യൂഡോമോണോക്സ് ചെടി നടുമ്പോൾ മണ്ണ് തന്നെ മിക്സ് ആക്കുകയും ചെയ്യുക. പിന്നെ ചെടി നട്ട് വളരുന്നതോറും ഓരോ ഘട്ടത്തിലായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യുക, പൊടി ഇടുക, എല്ലാം ചെയ്യുക കേട്ടോ. കുമ്മായെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. 1.5 കിലോ വരെ കുമ്മായി എടുത്തിന് കേട്ടോ. വെണ്ണീരുണ്ട് കുറച്ച് കിലോ അന്നേരം ഇട്ടിന് ഞാൻ കേട്ടോ. ലേശം വെണ്ണീരുണ്ട്. പിന്നെ ആലവളം, നമ്മളിങ്ങോട്ട് ഈ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ശരിക്കും വളമേ. അതിന് നമ്മൾ ആലവളം, കാലിവളം എന്നെല്ലാം പറയും പശുവിൻ്റെ. അതുകൊണ്ടാണ് ഇത് കണ്ടില്ല. ഇപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നുണ്ട് കേട്ടോ. സ്ഥിരം മഴ പെയ്യലുണ്ട്, വൈകുന്നേരം അധികം മഴ പെയ്യലുണ്ട്. എന്തിട്ടാ കാരണം എന്ന് എനിക്കറിയില്ല. പപ്പാടൻ വിറക് ഇറക്കിയിട്ടുണ്ട്, അതാണ് കാരണം. പപ്പാടൻ്റെ പിന്നെ വിറക് വണ്ടി വരലും ആ വണ്ടിയിൽ തന്നെ മഴ വരലും എന്ന് വെച്ചിട്ടാണ്. ഏതായാലും നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിൽ കുമ്മായിട്ട് കൊടുക്കുന്നേ. ഇത് നോക്കിയാട്ടെ, തടുപ്പൊക്കെ കുമ്മായി ഇട്ടിട്ട് ആടിയാളോ. ഇത് അടിവെള്ളമായിട്ട് ചേർക്കുന്നത് കേട്ടോ. കുമ്മായി ഇട്ടിട്ട് ഒരു 7 ദിവസം വെക്കണേ. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച മുന്നേ ഇതെല്ലാം ചെയ്ത് വെക്കേണ്ടിയാണ്. ഈ സമയത്ത് ചെടി നടണം കേട്ടോ. ഞാൻ കുറച്ച് ചെടി പാകിയിട്ടുണ്ട്, കുറച്ച് ഫാമിൽ നിന്ന് വാങ്ങണം. പച്ചമുളകിൻ്റെ തൈ മാത്രമാണ് കാണിച്ചു കൊടുക്കുക തമിഴ്നാട്ടുകാർക്ക്. ഇനി മേലിൽ നടന്ന് ആരും പച്ചക്കറി വാങ്ങണ്ട. അത് ഞാൻ പച്ചമുളക് കേട്ടിട്ടുണ്ട്. അവരെ കച്ചവടമെല്ലാം പൂട്ടുന്ന തോന്നുന്നു. ഇതൊന്ന് മിക്സാക്കാൻ നമുക്ക് വെണ്ണീരും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് എടുത്തിട്ട്, കാരണം പിന്നെ ഈ മണ്ണിൽ തന്നെ വെണ്ണീരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എനിക്ക് ചെടി നട്ട വെണ്ണീരല്ലേ, അന്നേരം വെണ്ണീരെല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് വെയിറ്റുള്ള സാധനമാണേ. ഇവിടെ ഇല്ല ആളാണെങ്കിൽ ക്യാമറമാനാണ്. അവനിപ്പോൾ ഇതൊന്നും എടുത്ത് പൊന്തിക്കാൻ പറ്റൂല. ഇതിനോട് കൂടി ഗീത വെച്ചിട്ട് നടുവില്ല മതി കേട്ടാ. ഇതുണ്ടല്ലോ ഘട്ടം ഘട്ടമായിട്ട് ഇട്ട് കൊടുക്കണം വളം. ആദ്യം അടിവളം ചേർത്താൽ മാത്രം പോരാ, ചെടി വളരുന്തോറും ഇട്ട് കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എല്ലാം കൂടിയിട്ട് ഒരാഴ്ച എന്നിട്ട് നമുക്ക് പിന്നെ വെച്ചാൽ മാത്രം പോരാ, മഴയില്ലെങ്കിൽ വെള്ളവും നനച്ചു കൊടുക്കണം. കുറച്ച് കോഴിവളം കൂടി ഉണ്ട് ഇവിടെ. പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര ചൂടാണ് കോഴിവളം. പഴകിയ കോഴിവളമാണെങ്കിൽ ചൂട് കുറവാണ്. എന്നാലും ഒരു 4-5 ദിവസം നല്ല മഴ കൊള്ളിക്കണം. അല്ലെങ്കിൽ പിന്നെ മഴയില്ലെങ്കിൽ നല്ലോണം വെള്ളം നനച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ചെടി കത്തിക്കരിഞ്ഞു പോകും കോഴിവളം. കോഴിവളം ഏറ്റവും അധികം നല്ലതാണ് ചെടിക്ക്, പക്ഷെ അത്യധികം ദോഷമാണ്. ചൂട് കളിയാണ് കോഴിവളം ഇടാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇപ്പോൾ ചാണകപ്പൊടിയായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. കൈക്കോട്ട വേണ്ടേ, കൈക്കോട്ട് കാണുന്നില്ല പെരുത്തിയിട്ട്. പിന്നെ ഞാൻ ഏത് സാധനം എടുത്താലും എടുത്തെടുത്ത് വെക്കൂല. അതുകൊണ്ട് പപ്പാൻ്റെ അടിക്ക് എടുത്ത് പൊത്തി വെച്ചിട്ടുണ്ട്. എല്ലാം മിക്സാക്കട്ടോ. ഒരാഴ്ച നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാം നല്ലോണം കേട്ടാ. കുമ്മായി വിട്ട വെള്ളം നനക്കണം. സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക്. കാണിച്ചു തരട്ടാ. എനിക്കിനെ കൈയോണ്ട് തൊടാൻ പേടിയാന്ന്. വേണ്ടേ നോക്കിയേട്ടെ, ചാണകത്തിലുണ്ടാവും ചേട്ടാ. നമ്മളിങ്ങോട്ട് ചിങ്ങമ്പുഴു എന്നെല്ലാം പറയാം. ഇത് ശരിക്കും വണ്ടാന്നേട്ടാ, കറുത്ത വണ്ടില്ലേ പിന്നെ ലൈറ്റിന് വരുന്ന ആ വണ്ടാന്നേട്ടാ. എനിക്കിനെ ഭയങ്കര പേടിയാന്ന്. പോയിക്കോട്ടല്ലേ, കൊല്ലണ്ട. തെങ്ങെല്ലാം തുറന്നിട്ട് നശിപ്പിക്കുന്നതാണ്. സാരിലൊരു ജീവനല്ലേ, കളഞ്ഞേക്കാട്ടാ. പിന്നെ ഉണ്ടല്ലോ ഞാൻ പച്ചക്കറി നടുന്ന സഞ്ചി താറതാ. ഇതാണ് സഞ്ചി. ഇതുണ്ടല്ലോ ഇലക്ട്രോണിൽ നിന്ന് കിട്ടും. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്ന കവറ് പിന്നെ അവർ കൊടുക്കും. പൈസക്ക് ഞാൻ തോന്നുന്നത് പപ്പടം കൊണ്ടുവന്ന് ഞാൻ നല്ല സഞ്ചിയാണ്. കുറേ ഈട് നിൽക്കും. പക്ഷേ ദ്വാരെല്ലാം ഇട്ടിട്ട് പോകുമൊന്നും ചെയ്യില്ല. അങ്ങനെ ഇതിലാന്ന് ഞാൻ ഗീതിച്ച് പച്ചക്കറി ആട്ടല്ലേ. പിന്നെ ഒരു സാധനം കൂടി ഇടാ, ഞാൻ കാണിച്ചു തരാം. സാധനം കാണിച്ചു തരാ വന്നിട്ടേ. ഇതാ വേറൊന്നുമല്ല കേട്ടാ, ഞാൻ കാന്താരി മുളക് പാവിയിട്ട് മുളച്ച് തന്നെ. ഇതിനിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ പറിച്ചു നടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത് അതിൻ്റെ നടുക്ക് നിത്യകല്യാണം ഉണ്ട്. നമ്മൾ സ്ഥിരം നിത്യകല്യാണില്ലേ പണ്ടത്തെ, ഇതൊരു ഓർമ്മയല്ലേ അല്ലേ. പിന്നെ ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ പൊരിച്ചു തരണം. ഇപ്പെങ്കിലും നട്ടാലേ പിന്നെ മഴ വരുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ ചെടി ഒരു പ്രായം വരണം, ഒരുവിധം പ്രായം വരണം. തീരെ പൊടി ചെടി മഴക്കാലത്ത് നട്ടാൽ ഒന്നും നന്നാവില്ല കേട്ടോ. എല്ലാം വെള്ളത്തിൽ ചീഞ്ഞു പോകും. അന്നേരം പിന്നെ ഇത് പിന്നെ പാവാൻ വൈകിട്ടാന്ന്. പിന്നെ മണ്ണെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. അത് ഞാൻ പറഞ്ഞ പോലെ ഒരാഴ്ച വെള്ളം നനച്ചിട്ട് വെക്കേ. ഇത് നമുക്ക് പിന്നെ ഉണങ്ങിയ ഇലയിലിട്ടിട്ട് ഗ്രോ ബാഗ് നിറച്ചിട്ട് പച്ചക്കറി നട്ടേക്കാം കേട്ടോ. എന്നാൽ പിന്നെ പച്ചക്കറി നടുമ്പോൾ കാണാം.